സംവാദത്തിൽ പറയപ്പെട്ട ഹദീസിൽ ഇന്നാ നതവസ്സലു ബി അമ്മി നബിയിന ഫസ്തിന എന്ന് പറയപ്പെട്ടിടത്ത് ബി അമ്മി നബിയിന എന്നുള്ളിടത്ത് മറുഭാഗം അർത്ഥം വെക്കുന്നത് ബി ദുആഇ അമ്മി നബിയിന, അഥവാ ഞങ്ങളുടെ നബിയുടെ അമ്മിനോട് ഞങ്ങൾ ദുആ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് ആ ഹദീസിൽ നിന്ന് അർത്ഥം വരുന്നത്. അതല്ലാതെ അവിടെ ദാത്തിനെ കൊണ്ട് ഒരിക്കലും തവസ്സുലാക്കുന്നില്ല. മറുഭാഗത്തിന്റെ പ്രശ്നം ദാത്തിനെ കൊണ്ട് തവസ്സുലാക്കലാണ്, അതല്ലാതെ ഒരാളോട് ദ്വാർപ്പിക്കാൻ പറയുന്നതിൽ പ്രശ്നമില്ല. ആ രൂപത്തിലാണ് ഈ പറയപ്പെട്ട ഹദീസിൽ അർത്ഥം വരുന്നത് എന്നാണ് മറുഭാഗം വിശദീകരിക്കുന്നത്. അത് ഇനി ഉദ്ധരിക്കാൻ പോകുന്ന മുഴുവൻ സ്ഥലങ്ങളിലും ബിനബീന എന്നുള്ളിടത്തും അങ്ങനെ എവിടൊക്കെ ഈ ബാഗ് കൊണ്ട് ഒരു വ്യക്തിയിലേക്ക് മജ്റൂർ ഒരു വ്യക്തിയായി വരുന്നു അവിടെയൊക്കെ ബി ദുആഇ എന്നൊരു ദുആഇ എന്ന മുദാഫിനെ മറുഭാഗം സങ്കല്പിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോ അത് അവരുടെ വാദത്തിന് എതിരല്ല ആയതുകൊണ്ട് ഈ തെളിവ് മുജാഹിദീങ്ങളെ ബാധിക്കുന്നതല്ല എന്നൊരു വിശദീകരണം മറുഭാഗം വിശദീകരിക്കാൻ സാധ്യതയുണ്ട്. ആയതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള പ്രതികരണം എന്താണ്? ഇവിടെ വിഷയാവതരണത്തിൽ, സംവാദത്തിന്റെ വിഷയാവതരണത്തിൽ ഉടനീളം അവർ പറഞ്ഞിരുന്നതും അവർ സാധാരണ എഴുതിയതും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും തവസ്സുലിന്റെ വിഷയത്തിൽ അനുവദിക്കുന്നതും അനുവദിക്കാത്തതുമുണ്ട്, പറ്റുന്നതും പറ്റാത്തതുമുണ്ട്. അതിൽ അനുവദിക്കുന്ന തവസ്സുലിന്റെ കൂട്ടത്തിൽ അവർ പറയുന്നത് അമലിനെ തവസ്സുലാക്കിക്കൊണ്ട് ദുആ ചെയ്യാം. ഒരാൾ ഒരു അമല് ചെയ്ത ഒരു ഹജ്ജ്, ഒരു നിസ്കാരം, ഇതൊക്കെ നമുക്ക് തവസ്സുലാക്കിക്കൊണ്ട് ദുആ ചെയ്യാം. അതല്ലാതെ മറ്റൊരാൾക്ക് ഇതിലൊരു റോളുമില്ല, ഒരു വ്യക്തിക്ക് ഒരു റോളുമില്ല, അമലിനെ റോളുള്ളൂ എന്നുള്ളതാണ് അവരുടെ വിഷയം. ഇപ്പോൾ ചോദിച്ച ചോദ്യം പ്രസക്തമാണ്. കാരണം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണല്ലോ അവർ വിശദീകരിച്ചത്. അവരതിൽ നിന്ന് രക്ഷപ്പെടാനും ഒളിച്ചോടാനും ഒരാൾക്ക് റോള് കൊടുക്കുമോ എന്നുള്ള പേടി, ഒരാളെ ആദരിക്കുക, ഒരാളെ ബഹുമാനിക്കുക, ഒരാളിലൂടെ അള്ളാഹുവിലേക്ക് എന്നുള്ളതിലാണ് ഒരു ബേജാറ്. ഒരു അമലിലൂടെ അള്ളാഹുവിലേക്ക് പ്രശ്നം ചെയ്യാം, ഒരാൾ നടുവിൽ വരുന്നതിന് പ്രശ്നം ചെയ്യാൻ. വിഷയാവതരണത്തിൽ അത് ഞാൻ വ്യക്തമായി പറഞ്ഞുകൊണ്ട് ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഒരാള് നടുവിൽ നിന്നുകൂടാ, ഒരാളുടെ പവർ കൊണ്ട് നമുക്ക് ഒരു സ്വീകാര്യത ലഭിച്ചുകൂടാ. സത്യം ഈ വിഷയത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് എന്താണ്? ഉമർ റളിയല്ലാഹു അൻഹു പോയത് ഒരാളെ കൊള്ളയാണ്, സമീപിച്ചത് ഒരാളെയാണ്, ഒരു വ്യക്തിയെയാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹു യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബന്ധപ്പെട്ട അമ്മായ ഒരു വ്യക്തിയെയാണ് ഇവർ ഉമർ റളിയല്ലാഹു അൻഹു സമീപിച്ചത്. അപ്പോൾ ഇവിടെ സംഭവിച്ചത് ഒരു വ്യക്തിക്ക് പവർ ഉണ്ടെന്ന് തന്നെയാണ്. ഒരു വ്യക്തിയുടെ പവർ എങ്ങനെ ഉണ്ടായി? അബ്ബാസ് റളിയല്ലാഹു അൻഹു സ്വഹാബിയാണെന്ന നിലക്ക് മാത്രമായിരുന്നുവെങ്കിൽ പോയ ഉമർ റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ വലിയ പവറുള്ള ആളാണെന്ന നിലക്കാണെങ്കിൽ പവറുള്ളവർ വേറെയും ഇവിടെയുണ്ട്. പിന്നെ എന്തിനാ അബ്ബാസ് റളിയല്ലാഹു അൻഹു സമീപിച്ചു? ആ ഒരു വ്യക്തിക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് ആ പ്രത്യേകത? അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമ്മായി, എളാപ്പയായി എന്ന പ്രത്യേകതയാണ്. ഇത് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ചതാണെന്ന് പറയുന്ന ആളുകൾ അവിടുത്തെ ദുആ ഉദ്ധരിക്കാറില്ലേ? എന്താണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്തത്? അത് ഉദ്ധരിച്ചവർ ആരൊക്കെയാണ്? അതെല്ലാം ഇവിടെ ഉദ്ധരിക്കണം. അത് അവർ അർത്ഥം വെച്ച് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. അബ്ബാസ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിനോട് നടത്തിയ ദുആയിൽ അവിടെ നിന്ന് വ്യക്തമായി പറയുന്ന ഒരു സത്യമുണ്ട്. എന്താണ് അതിൽ പറയുന്നത്? ഈ പടച്ചുറപ്പേ, എന്നെ കൊള്ള ഇവരെല്ലാം വന്ന് മഴ തേടാൻ ആവശ്യപ്പെട്ടതിന്റെ കാരണം നിന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി എനിക്കൊരു ബന്ധമുണ്ട്. എനിക്കും മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുമുള്ള ഇടയിലുള്ള ബന്ധം അടിസ്ഥാനപ്പെടുത്തിയാണ് ഇവരെന്നെ സമീപിച്ചിട്ടുള്ളത് എന്ന് അല്ലാഹുവിനോട് അബ്ബാസ് തങ്ങൾ പറയുന്നു. അപ്പോൾ ഇവിടെ സംഭവിച്ച ദുആ ചെയ്യിപ്പിച്ചതും അബ്ബാസ് തങ്ങളിലേക്ക് ചെന്നുകൊണ്ടായതിന്റെ കാരണം അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ വ്യക്തിപരമായ നബി തങ്ങളോടുള്ള ബന്ധത്തിന്റെ പവർ വെച്ചുകൊണ്ടാണ്. അപ്പോ ഒരാൾക്ക് ഒരു പവർ ഉണ്ടെങ്കിൽ ഒരു മന്ത്രിയെ നാം മന്ത്രിക്കതിന് കഴിയും. മന്ത്രിയെ കൊണ്ടത് നേടി എന്ന് പറഞ്ഞാൽ മന്ത്രി എന്ന നിലക്ക് നേടിയതല്ലേ? അതെ. ഒരു രാജാവിനെ കൊണ്ട് നേടിയെന്ന് പറഞ്ഞാൽ രാജാവെന്ന നിലക്ക് നേടിയതല്ലേ? അതെ. ഒരു പോലീസുകാരനെ കൊണ്ട് നേടിയെന്ന് പറഞ്ഞാൽ പോലീസുകാരനായ നിലക്ക് നേടിയതല്ലേ? അതെ. ഒരു മുതലാളിയെ കൊണ്ട് നേടിയെന്ന് പറഞ്ഞാൽ മുതലാളി എന്ന നിലക്ക് നേടിയതല്ലേ? അതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അമ്മായ അബ്ബാസ് തങ്ങളെ കൊണ്ട് നേടിയെന്ന് പറഞ്ഞാൽ അമ്മായി, എളാപ്പയായി എന്ന നിലക്ക് നേടിയതല്ലേ? അതെ. അതാണ് നമ്മളും പറയുന്നത്. ഏതൊരു വ്യക്തിയെ ഏതൊരു വിഷയത്തിൽ നമ്മൾ മുന്നിൽ വെക്കുമ്പോഴും ആ വ്യക്തിയുടെ സ്ഥാനം, ആ വ്യക്തിയുടെ പവർ, അതായിരിക്കും ലക്ഷ്യമിടുന്നത്.
അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബന്ധപ്പെട്ടു എന്ന സ്ഥാനമാണ്. അപ്പൊ റസൂലുള്ളാഹി തങ്ങളോട് പറ്റുമെന്ന് മാത്രമല്ല, അവിടത്തോട് ബന്ധപ്പെട്ടതിന്റെ പേരിൽ അബ്ബാസ് തങ്ങളോടും പറ്റും എന്നുകൂടിയാണ് ഈ സംഭവം വ്യക്തമാക്കുന്നത്. ഇതോടുകൂടി സമുദായത്തിന് ഒരു കാര്യം ബോധ്യപ്പെട്ടു കഴിഞ്ഞു. തവസ്സുലാക്കിയ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ദുആ ചെയ്യാൻ പറഞ്ഞതാണ്. ശരി, അബ്ബാസ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്തിട്ടുണ്ട്. ആ ദുആ ഇവിടെ ഉദ്ധരിക്കപ്പെട്ടിട്ടുമുണ്ട്. അതിന്റെ അർത്ഥം വിശദീകരിക്കപ്പെടേണ്ടതുണ്ട്. വിശദീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ സമുദായത്തിന് ഒരു കാര്യം പകൽ വെളിച്ചം പോലെ വ്യക്തമായി ബോധ്യപ്പെടും. എന്താണത്? അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ഉമർ റളിയല്ലാഹു അൻഹു രണ്ടാം ഖലീഫയായിരിക്കെ, അശറത്തുൽ മുബശ്ശിരീൻ അതിൽപ്പെട്ട ആളായിരിക്കെ, എല്ലാ പവറുമുള്ള ഉമർ തങ്ങൾ അബ്ബാസ് തങ്ങളെ സമീപിച്ചതിന്റെ പോയിന്റ്, സ്വഹാബത്തൊക്കെ അബ്ബാസ് തങ്ങളെ പിന്നിൽ നിന്നതിന്റെ പോയിന്റ്, അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കുടുംബബന്ധമുണ്ടെന്ന പ്രത്യേകതയാണെങ്കിൽ അത് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു നൽകിയ പവറാണ്. അത് ഏത് അമലാണ്? അതേത് അമലാണത്? അപ്പൊ യഥാർത്ഥത്തിൽ നിങ്ങൾ ദുആ ചെയ്യിപ്പിച്ചു എന്ന് പറയപ്പെടുന്നതിന്റെ ഇടയിലും കയറി വരുന്നത് വ്യക്തിയുടെ പവറാണ്. അപ്പോൾ നിങ്ങൾ തുടർന്നത് മുഴുവനും ശിർക്കുകളെയാണെന്നതിലേക്കാണ് നിങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നത്. ഇത്ര വലിയ അപകടത്തിലേക്ക് പോകുമെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല. തിരിച്ചു പോന്നോളൂ. ഇസ്ലാമിലില്ലാത്ത, ദീനിലില്ലാത്ത, മതം പറയാത്തൊന്ന് നിങ്ങൾ പറയാൻ തുടങ്ങിയാൽ ഇതിലും വലിയ അപകടത്തിലേക്ക് നിങ്ങൾ എത്തിപ്പെട്ടു എന്ന് തിരിച്ചറിയണം. തൗബ ചെയ്ത് തിരിച്ചു വരലാണ് നിങ്ങൾക്ക് നല്ലത്. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തവസ്സുലാക്കിക്കൊണ്ട് ഇവർ നടത്തിയ പ്രാർത്ഥനയ്ക്ക് ശേഷം റസൂലുള്ളാഹി അബ്ബാസ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്തു എന്ന് പറഞ്ഞല്ലോ. ഈ രണ്ട് ദുആകൾ നടന്നിട്ടുണ്ട്. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ദുആയുടെ പുറമെ ഉമർ റളിയല്ലാഹു അൻഹു ദുആ ചെയ്തിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ദുആയാണ് ബുഖാരി റിപ്പോർട്ട് ചെയ്തത്. വഇന്നാ നതവസ്സലു ബിഅമ്മി നബിയിനാ ഫസ്ഖിനാ. അമ്മുൻ നബിയെ കൊണ്ട്, റസൂലുള്ളാഹി തങ്ങളെ എളാപ്പയെ കൊണ്ട് ഞങ്ങൾ ഇതാ തവസ്സുൽ ചെയ്യുന്നു. ഞങ്ങൾക്ക് മഴ തരണം പടച്ചവനെ അല്ലാഹ് എന്ന് ദുആ ചെയ്തു ഉമർ തങ്ങളാണ്. അപ്പോൾ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുള്ള തവസ്സുലാണ്. ഇനി ദുആ കൊണ്ടുള്ള തവസ്സുലാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ച നിങ്ങളെ പിറകിൽ വന്ന് പിടികൂടുകയാണ് ഞാൻ. നിങ്ങൾ പറഞ്ഞതിന്റെ പിറകിൽ വന്ന് പിടികൂടുകയാണ്. കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്കിനി ഓടാൻ വഴിയില്ല. അതുകൊണ്ട് തിരിച്ചു വന്ന് ഏതായാലും അല്ലാഹുവിന്റെ ഔലിയാക്കൾക്കൊരു പവറുണ്ട്, സയ്യിദന്മാർക്കൊരു പവറുണ്ട്, തങ്ങന്മാർക്കൊരു പവറുണ്ട് എന്ന് ഈ സംവാദത്തിൽ നിങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. ഇതോടെ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസോടെ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. എത്ര ഓടിയാലും എന്തിന് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചു, എങ്ങനെ പറഞ്ഞാലും അതിന്റെ ആവശ്യമുണ്ടായിരുന്നില്ലല്ലോ എന്ന് പൊതുജനങ്ങൾക്കിടയിൽ ചോദ്യം തുടങ്ങിയിട്ടുണ്ട്. സംവാദം കഴിഞ്ഞ ഉടനെ തന്നെ അവരുടെ മധ്യസ്ഥന്മാരും എല്ലാവരും ആശയക്കുഴപ്പത്തിലായിട്ടുണ്ട് എന്നത് നിങ്ങൾ എല്ലാവരും അനുഭവിച്ച സത്യമാണ്. അതുകൊണ്ട് നമ്മൾ ഇതുവരെ ഒരാളെ സമീപിക്കരുത്, ഒരാളെ വലിയ പവറൊന്നും നമ്മൾ നോക്കണ്ടെന്ന് പറഞ്ഞും ചെയ്ത് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ഉമർ തങ്ങൾ ഇതിനെ സമീപിച്ചു. അതെന്താ സംഭവം? എന്തിനാണത്? റസൂലുള്ളാഹി തങ്ങളെ എളാപ്പനെ സമീപിച്ച കാര്യം എന്താ? അപ്പൊ റസൂലുള്ളാഹി തങ്ങളെ കുടുംബത്തിന് വില ഉണ്ടോ? അപ്പൊ സുന്നികൾ പറഞ്ഞത് ശരിയാണോ? ആ കുടുംബത്തെ വെച്ചുകൊണ്ട് നമുക്ക് അള്ളാഹുവിലേക്ക് ബന്ധപ്പെടാൻ പറ്റുമോ? ദ്വാരപ്പിക്കാൻ അവരെ സമീപിച്ചത് എന്തിനാണ്? അപ്പൊ ദ്വാ ചെയ്യിപ്പിക്കാൻ എന്ന് പറഞ്ഞതിന്റെ ശേഷമുള്ള നിങ്ങളുടെ ചോദ്യം ഇതാണ്: ദ്വാ ചെയ്യിപ്പിക്കാൻ എന്തുകൊണ്ട് അമ്മൻ നബിയെ സമീപിച്ചു? ദ്വാ ചെയ്യിപ്പിക്കുക എന്ന ഇബാദത്താണ്, അതാണ് തവസ്സുലിന് നിങ്ങൾ അമലായി കാണുന്നതെങ്കിൽ ദ്വാ ചെയ്യിപ്പിക്കുക എന്നുള്ളത് ആരോട് ദ്വാ ചെയ്യിപ്പിച്ചാലും ദ്വാ ചെയ്യിപ്പിക്കൽ നടന്നിട്ടില്ലേ? പിന്നെ വലിയ ആള് എന്നാണെങ്കിൽ വലിയവരല്ലേ എപ്പത് ചെയ്തത്? പിന്നെ തന്നെ വലിയ ആളുകൾക്ക് വേറെ അടുത്തേക്ക് പോയി. അപ്പോൾ വലുപ്പം വിഷയമാണ്. വ്യക്തിയുടെ വലുപ്പം, വ്യക്തിയുടെ മഹത്വം, വ്യക്തിയുടെ പവർ, ഇതാണ് ഈ ദ്വാ ചെയ്യിപ്പിക്കുക എന്ന ആരാധനയുടെ ഇടയിലും ഉള്ളത്. അപ്പൊ നിങ്ങളുടെ ഭാഷയിൽ കൊടിയ ശിർക്കിലേക്കാണ് നിങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നത്. ഏതായാലും സത്യമായി ഗ്രഹിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ സംവാദം ഉടനീളം നിങ്ങൾ കാണലോടുകൂടി ഇൻഷാ അല്ലാഹ് ഈ വിഷയത്തിൽ വ്യക്തമായൊരു രൂപം നിങ്ങൾക്ക് ബോധ്യപ്പെടുമെന്ന് ഉറപ്പാണ്, സംശയമില്ല. അല്ലാഹു സത്യം ഗ്രഹിക്കാനും അതിനിടെ ഉറച്ചു നിൽക്കാനും മഹാന്മാരെ ആദരിച്ച് അവരെ ബഹുമാനിച്ച് രണ്ടാം ഖലീഫയായ ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയായിരിക്കുന്ന സമയത്ത് തന്നെ നബിതങ്ങളുടെ കുടുംബക്കാരന്റെ അരികിൽ പോയി ഒരുമിച്ച് നിന്ന് അവിടുത്തെ കീഴിലായി ആദരവോടെ താഴ്മയോടെ ഈ പവർ മുഴുവനും ഉണ്ടായിട്ട് താഴ്മയോടെ അതപോടെ ഈ ശൈലിയിൽ സമൂഹത്തെ പഠിപ്പിച്ചു തന്ന സുന്നത്ത് ജമാഅത്തിന്റെ കറക്റ്റ് പാരമ്പര്യത്തിൽ അടിയുറച്ചു നിൽക്കാൻ സമുദായത്തിന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ സമുദായത്തിലൊക്കെ ഉറച്ചു നിൽക്കാൻ അല്ലാഹു ഭാഗ്യം തരട്ടെ. എല്ലാവർക്കും ഇതുവഴി ഈ സത്യം അല്ലാഹു ബോധ്യപ്പെടുത്തി കൊടുക്കട്ടെ. ആമീൻ. റഹ്മത്തിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.